ആപ്കി അദാലത്തിൽ സ്വാമി രാംദേവിന്റെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹം വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നു എന്നുള്ളതാണ്. സ്വാമി, താങ്കളെക്കുറിച്ച് ആരോട് ചോദിച്ചാലും പല കാര്യങ്ങളും വലുതാക്കി സംസാരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. താങ്കൾ വലിയ വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു. ആർക്കെത്ര വലിയ അസുഖങ്ങളുണ്ടെങ്കിലും ഞാൻ ഭേദമാക്കുമെന്നും പറയുന്നു. എന്റെ വാക്കുകളിൽ സത്യവും ന്യായവും മാത്രമേ ഉള്ളൂ. വെറുതെ സാങ്കല്പികമായ കാര്യങ്ങളല്ല പറയുന്നത്. അതായത് യഥാർത്ഥ സത്യം എന്താണോ അത് ഞാൻ ശക്തമായി പറയുന്നു, അത്രയേ ഉള്ളൂ. കാരണം ജനങ്ങൾ ഇതുവരെ തെറ്റായ കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന സത്യങ്ങൾ അവർക്ക് നുണയായി തോന്നുകയാണ്. ഇത്രയും നാൾ അവർ കേട്ടത് BP ശരിയാവില്ല എന്നാണ്. BP ജീവിതകാലം മുഴുവൻ ഗുളിക കഴിക്കണമെന്നാണ് പറയുന്നത്. ഞാൻ അതിന് നേരെ എതിരാണ്. ഹൈപ്പർ ടെൻഷൻ പെർമനന്റ് ആയിട്ട് ക്യൂറാക്കാൻ പറ്റും. അതായത് ജനങ്ങൾ ഇതുവരെ ആൻജിയോ, ബൈപ്പാസ് ഇതൊക്കെയാണ് ശരിക്കുള്ള ട്രീറ്റ്മെന്റ് എന്നാണ് വിചാരിച്ചിരുന്നത്. ഞാൻ പറയുന്നു നോ ബൈപ്പാസ്, നോ പ്ലാസ്റ്റി, ആൻജിയോപ്ലാസ്റ്റി. ഞാൻ പറയുന്നു നിങ്ങൾ പ്രാണായാമം ചെയ്താൽ മതിയെന്ന്. നിങ്ങൾക്ക് ബൈപ്പാസിന്റെ ആവശ്യമില്ല. ഹാർട്ട് ബ്ലോക്കൊക്കെ ഓപ്പൺ ആകും, കാർഡിയക് പ്രോബ്ലം എല്ലാം ശരിയാവും. അങ്ങനെ ചെയ്താൽ പൾസ് വളരെ നന്നായിരിക്കും. അതായത് ഇതുപോലെയുള്ള സെൻസിറ്റീവായ കാര്യങ്ങളിൽ പോലും ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾ കരുതുന്നു ഇവൻ എന്തൊക്കെയായി പുലമ്പുന്നത്, ഇവന് ബുദ്ധിക്ക് വല്ല കുഴപ്പമുണ്ടോ, ഇതൊക്കെ സത്യമാണെന്ന് വിചാരിക്കും. ഞാനും താങ്കളോട് ചോദിക്കുന്ന ഇതാണ്, താങ്കളുടെ തലച്ചോറ് ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടോ ഇങ്ങനെ? ശരി, ഏതെങ്കിലും ഒരാൾ ഒരു കാര്യം ആദ്യമായിട്ട് പറഞ്ഞാൽ, അതായത് ആദ്യമായി ഭൂമി ഉരുണ്ടതാണെന്ന് ഒരാൾ പറഞ്ഞപ്പോൾ മറ്റൊരാൾ ചതുരമാണെന്ന് പറഞ്ഞു. ജനങ്ങൾ അവരെ തൂക്കിലേറ്റി. ആദ്യമായി ആരെങ്കിലും സത്യം പറയുമ്പോൾ ജനങ്ങൾക്കത് തെറ്റായി തോന്നുന്നു. ശാസ്ത്രത്തിന്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്, അല്ലേ? മെഡിക്കൽ സയൻസിൽ വർഷങ്ങളായി പല കാര്യങ്ങളും റിസർച്ച് ചെയ്യാറുണ്ട്. അതിനുവേണ്ടി ഡോക്ടേഴ്സ് ലക്ഷക്കണക്കിന് രൂപയാണ് വാങ്ങാറുള്ളത്. കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഹോസ്പിറ്റലുകൾ കിട്ടുന്നു. അങ്ങനെയുള്ളപ്പോൾ താങ്കൾ ഒറ്റ വാക്കിൽ ഇതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ അത് 200 കോടി വർഷം പഴക്കമുള്ള കാര്യങ്ങളാണ്. ഡോക്ടേഴ്സ് ഇപ്പൊ പറയുന്ന ഈ സയൻസ് ഉണ്ടല്ലോ, അത് WHO ഇൻസ്പയർ ചെയ്ത 200 വർഷത്തെ സയൻസാണ്. ഇതൊരു വലിയ കാര്യമാണ്. പക്ഷേ സ്വാമി, താങ്കൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെയാണ് ചാലഞ്ച് ചെയ്യുന്നത്. അതിന്റെ ആവശ്യം എന്താണ്? ഇത് ഡോക്ടേഴ്സിനോടോ WHO വേണം ചോദിക്കാൻ. ഒരു പേഷ്യന്റ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ആ പേഷ്യന്റ് വന്ന് ഡോക്ടറോട് പറയുന്നു, ഡോക്ടർ സാർ എന്നെ ഒന്ന് നോക്കൂ. അപ്പോൾ ഇത് ഞാൻ 3 വാക്കിൽ പറയാം. അപ്പോൾ ഡോക്ടർ പറയും, നിനക്ക് അസുഖമാണ്, അതുകൊണ്ടാണല്ലോ ഡോക്ടർ അടുത്ത് വന്നിരിക്കുന്നത്. നന്നായിരിക്കുന്നവർ വരേണ്ട കാര്യമില്ലല്ലോ. നീ ഒരു രോഗിയായിരുന്നു, ഇപ്പൊ നിനക്ക് അസുഖമുണ്ട്, അതുകൊണ്ട് നീ മരുന്ന് കഴിക്കണം. ഈ 2 കാര്യം ഓക്കെ. എന്നാൽ ആ 3ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നീ എപ്പോഴും രോഗിയായി തന്നെ കഴിയണം, എന്റെ അടുത്ത് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കണം, മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പോ ഞാൻ ഇതിനെതിരായി വ്യക്തമായി പറയാണ്, നീ രോഗിയായിരുന്നില്ല, ഇപ്പോഴും നീ രോഗിയല്ല, ഇനി അങ്ങോട്ടും നീ രോഗിയായിരിക്കില്ല. അല്ല, ഇതിന് പിന്നിലൊക്കെ ഒരു തെളിവുണ്ട്. ഇത് വെറും വാക്ക് പറയുന്നതല്ല, സ്പീച്ചിന് വേണ്ടി പറയുന്നതല്ല. ഇത് വെറും വാക്കല്ല, ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതായത് രാജ്യത്ത് 10 കോടി പേരാണ് ഡയബറ്റീസ് പേഷ്യന്റ് ആയിട്ടുള്ളത്. ഇനി ഒരു 10 കോടി ആൾക്കാർ ഹൈപ്പർ ടെൻഷനിലായിരിക്കും. താങ്കൾ എല്ലാ ജനങ്ങളെയും ഭേദപ്പെടുത്തുകയാണെങ്കിൽ ഈ മരുന്നുണ്ടാക്കുന്ന കമ്പനികളുടെയൊക്കെ സ്ഥിതി എന്താവും? മരുന്നുകൾ നിർമ്മിക്കുന്ന ഫാക്ടറി ഓണേഴ്സൊക്കെ എനിക്ക് ഡൊണേഷൻ തരുന്നു പതഞ്ജലി മരുന്നുണ്ടാക്കാൻ. നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ അവരോട് ചോദിച്ചു. ഈ ലോകത്ത് ഏറ്റവും ആപത്ത് നിറഞ്ഞ 2 ബിസിനസ് ഉണ്ട്. ഒന്ന് ആയുധം, മറ്റൊന്ന് മരുന്ന്. ഇത് രണ്ടിനെയും ഈ ലോകത്തുനിന്ന് ഇല്ലായ്മ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെന്തിനാ എനിക്ക് ഡൊണേഷൻ തരുന്നതെന്ന് ചോദിച്ചു. അതിനവർ പറഞ്ഞ മറുപടി, അവരുടെ എയിം ഈ ലോകത്തെ ആരോഗ്യത്തോടെ കാണണമെന്നാണ്. ഞാൻ മനസ്സിലാക്കിയത്, ഒരു ഡോക്ടർ യഥാർത്ഥത്തിൽ മനുഷ്യസ്നേഹിയാണെങ്കിൽ, ജനങ്ങൾക്ക് രോഗമുണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവരെന്റെ ശത്രുവായിരിക്കില്ല, അവരെന്നെ വിമർശിക്കില്ല. താങ്കൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, താങ്കൾ 20 ലക്ഷം ജനങ്ങളെ ട്രീറ്റ് ചെയ്തിരിക്കുകയാണ്, അവരെ അസുഖത്തിൽ നിന്ന് ഭേദമാക്കിയിരിക്കുന്നു. ഇത് എങ്ങനെ വിശ്വസിക്കാനാണ്? താങ്കളുടെ അടുത്ത് എന്തെങ്കിലും ഡോക്യുമെന്റേഷനോ അല്ലെങ്കിൽ പ്രൂഫോ ഉണ്ടോ? പ്രത്യക്ഷ പ്രമാണം സച്ചക്കോ ആച്ച് നഹി. ഇവിടെ വന്നിരിക്കുന്ന ഓഡിയൻസിന്റെ തന്നെ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. ഇപ്പോൾ തന്നെ ഇവർക്ക് പ്രാണായാമം ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. നിങ്ങൾ വെയിറ്റ് മെഷീൻ കൊണ്ടുവരൂ. വെയിറ്റ് മെഷീൻ കൊണ്ടുവന്ന് ഇവരുടെ എല്ലാവരുടെയും വെയിറ്റ് നോക്കൂ. നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് ഇവരെ ഞാൻ 15 മിനിറ്റ് പ്രാണായാമം ചെയ്യിപ്പിക്കാം. അത് കഴിഞ്ഞ് നോക്കിയാൽ 250 മുതൽ 500 ഗ്രാം വരെ വെയിറ്റ് കുറയും. സ്വാമി, ഞാൻ ഡോക്ടേഴ്സിനോട് ചോദിച്ചിരുന്നു. മെഡിക്കൽ സയൻസിലുള്ള ഡോക്ടേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി ദിവസവും 2 കിലോ കുറയ്ക്കുകയാണെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ 14 കിലോ, അതിനുള്ളിൽ ആ മനുഷ്യൻ ചത്തുപോകുന്നാണ് പറയുന്നത്. 7 ദിവസം കൊണ്ട് നടക്കുന്നതാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ ദിവസം ചിലർക്ക് 1/2 കിലോ, ചിലർക്ക് 2 കിലോ വരെ കുറയാം.
അടുത്ത ദിവസം 1 കിലോ കുറയും, മൂന്നാമത്തെ ദിവസം 1/2 കിലോ കുറയും, പിന്നീട് 250 ഗ്രാമിലേക്ക് എത്തും. ഒരു കാര്യം ഞാൻ പറയാം, 3 മുതൽ 6 മാസത്തിനുള്ളിൽ 25 മുതൽ 60 കിലോ വരെ, അതായത് ഈ കാലയളവിൽ 60 കിലോ വരെ കുറച്ചിട്ടുണ്ട്. ആരംഭഘട്ടത്തിൽ 2 കിലോ കുറയും, അത് കഴിഞ്ഞ് ചിലപ്പോൾ 1/2 കിലോ കുറയുള്ളൂ. അതുപോലെ കുറഞ്ഞവർക്ക് വെയിറ്റ് കൂടുകയും ചെയ്യും. ആശ്രമത്തിൽ ആയിരക്കണക്കിന് ജനങ്ങൾ ഒന്നിച്ച് പ്രാണായാമം ചെയ്യുന്നു, ഒന്നിച്ച് യോഗ ചെയ്യുന്നു. അതിലൊരു 10-20 പേരാണ് എഴുന്നേറ്റ് പറയുന്നത് ഞങ്ങൾക്ക് പ്രയോജനം ഉണ്ടായി എന്ന്. അതുപോലെ പ്രയോജനമൊന്നും ഇല്ലെന്ന് പറയുന്നവരും കാണുമല്ലോ അല്ലേ? എന്നെ വിശ്വസിച്ച് വരുന്നവരാരായാലും നിങ്ങൾ അവരോടൊന്ന് അന്വേഷിച്ചു നോക്കൂ. എന്നെ കാണാൻ വരുന്നവർ ഫ്രീ ആയിട്ടല്ല വരുന്നത്, അവരെനിക്ക് ഡൊണേഷൻ തരുന്നുണ്ട്. അങ്ങനെ വരുന്നവർക്ക് പ്രയോജനമൊന്നും ഉണ്ടായില്ലെങ്കിൽ അവരെന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ ചിലപ്പോൾ വെറുതെ വിടുമായിരിക്കും, പക്ഷെ അവർക്ക് പ്രയോജനം ഉണ്ടായില്ലെങ്കിൽ അവരെന്നെ അടിക്കും. സ്വാമി, അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ താങ്കളുടെ ട്രീറ്റ്മെന്റിൽ ഏതെങ്കിലും ഒരു ഹാർട്ട് പേഷ്യന്റിന് ഒരു പ്രയോജനവും ഇല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയബറ്റിക് പേഷ്യന്റിന് കൂടുകയാണെങ്കിൽ അവരാരോട് പോയി പറയാനാണ്? എനിക്ക് പറയാനുള്ളത്, ഗോവിന്ദ ഗോവിന്ദ എന്നാരെങ്കിലും പറഞ്ഞു നടക്കുകയാണെങ്കിൽ അവരെ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും രക്ഷിക്കാൻ കഴിയില്ല. രാംദേവ് അല്ല, ദൈവം നേരിട്ട് ഇറങ്ങി വന്നാലും അവരെ രക്ഷിക്കാൻ കഴിയില്ല. ആദ്യത്തെ കാര്യം, ഞാൻ ഒരു മരുന്നും കൊടുക്കില്ല. രണ്ടാമത്തേത്, തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യിപ്പിക്കില്ല. ഞാൻ അവരുടെ ശ്വാസം നിർത്തിയാൽ നിങ്ങൾ എന്റെ പേരിൽ കേസ് കൊടുക്കാം. ഞാൻ ശ്വാസം വലിക്കൂ, ശ്വാസം വിടൂ, ഇതൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ട് ഇതുവരെ ആരും മരിച്ചു പോയിട്ടില്ല. മരുന്നുകൾ ധാരാളം കഴിച്ച് ഞാൻ ജോക്കടിക്കുകയല്ല, പക്ഷെ ഇതാണ് യാഥാർത്ഥ്യം. അതായത് 90% ആളുകളും മരുന്ന് കഴിച്ച കാരണം കൊണ്ടാണ് മരിക്കുന്നത്. 10% മാത്രമാണ് മരുന്ന് കഴിക്കാതെ മരിക്കുന്നത്. അതിനെന്താ മറുപടി? ഒരു കാര്യം, ഇതല്ലാതെ മറ്റൊരു ഡീപ്പായ കാര്യമുണ്ട്. മരുന്ന് കഴിക്കുന്നവർ അത് കഴിക്കുന്ന സമയത്ത് അതിന്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാവാറുണ്ട്. അതിനാരാ ഉത്തരവാദി? പറയൂ. അതുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടായാലും മരുന്ന് പെട്ടിയിൽ വെറുതെ ഇങ്ങനെ എഴുതിയാൽ മതിയോ ഈ മരുന്നിന് ഇങ്ങനെയൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന്? ഇത് ന്യായമാണോ? താങ്കൾ പറയുന്നതെല്ലാം വിശ്വസിച്ച് എന്താ ചെയ്യേണ്ടത്? എല്ലാ ഹോസ്പിറ്റലും ക്ലോസ് ചെയ്യണോ? അതായത് ഈ മരുന്നുണ്ടാക്കുന്ന കമ്പനികളെല്ലാം ക്ലോസ് ചെയ്യണമെന്നാണോ? ഈ രാജ്യത്തെ ഡോക്ടേഴ്സ് വളരെ കുറവാണ്. രാജ്യത്തെ ജനസംഖ്യ 100 കോടിക്കും മുകളിലാണ്. 50,000 രോഗികൾക്ക് ഒരു ഡോക്ടറാണ് ഉള്ളത്. 50,000 രോഗികൾക്ക് ഒരു ഡോക്ടറാണ് ഉള്ളത്. ഞാൻ യോഗ പഠിപ്പിച്ചില്ലെങ്കിൽ ജനങ്ങൾ മരിച്ചു വീഴും. കാരണം 50,000 പേരെ ഒരു ഡോക്ടർക്ക് എങ്ങനെ നോക്കാൻ കഴിയും? രണ്ടാമത്തെ കാര്യം, ഓരോ രണ്ടാമത്തെ ആളും രോഗിയാണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞത് രോഗമില്ലാത്തവർ നമുക്ക് എണ്ണാൻ പറ്റുന്ന അത്രയേ ഉള്ളൂ. എങ്ങനെയുള്ള രോഗങ്ങളാണ്? 50% പേർക്ക് ഹെവി മെന്റൽ സ്ട്രെസ്. ഇതിന് മോഡേൺ മെഡിക്കൽ സയൻസിൽ ശരിക്കുള്ള ട്രീറ്റ്മെന്റ് ഇല്ല. രണ്ടാമത്തെ കാര്യം, 50% സ്ത്രീകൾക്ക് അനിമിയ പ്രോബ്ലം ഉണ്ട്. അനിമിക്കാണവർ. ഏകദേശം 10 കോടി പേരിപ്പോൾ ഡയബറ്റിക് പേഷ്യന്റ് ആണ്. 10 കോടി പേർക്ക് BP ഉണ്ട്. ഏകദേശം 5 കോടി പേർക്ക് ആർത്രൈറ്റിസ് ഉണ്ട്. ഏകദേശം 5 കോടി പേർ നടക്കാൻ കഴിയാതെ ഒബീസിറ്റിയിലാണ് ഉള്ളത്. പിന്നെ 1 കോടി വീതം ആളുകൾക്ക് ഹാർട്ട് പ്രോബ്ലം ഉണ്ട്, ക്യാൻസർ ഉണ്ട്, കിഡ്നി പ്രോബ്ലം ഉണ്ട്, പിന്നെ ആസ്മയുണ്ട്. എല്ലാത്തിനും ഒരേ ഡോക്ടറാണ് സ്വാമി രാംദേവ്. അല്ല, നോക്കൂ, ഞാൻ പറയാം. ഞാൻ ജീവനോടെയുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്തു കാണിക്കും. ഈ ലോകത്തിന് തന്നെ പ്രാണായാമത്തെ മരുന്നാക്കി മാറ്റും. മരുന്നില്ലാതെ ഞങ്ങൾക്ക് ആരോഗ്യമുണ്ടാകും. ഇത് ഞാനല്ല പറയുന്നത്, ഋഗ്വേദത്തിൽ പറയുന്നതാണ്. ഋഗ്വേദം ഏറ്റവും പുരാതനമായ ഗ്രന്ഥമാണ്. ഋഗ്വേദത്തിൽ ഇന്ത്യൻ മഹർഷിമാർ सृष्टि के आदि में उद्घोष किया था, आवात वाही भेषजम तुम ही विश्व भेषजो. പ്രാണം ഒരു ഔഷധമാണ്. നിർഭാഗ്യവശാൽ ജർമ്മനിയിലെ കാര്യമെടുത്താൽ ചാർക്കോളജി പഠിപ്പിക്കുകയാണ്. മഹർഷി പറഞ്ഞതൊക്കെ അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നെപ്പോലെയുള്ള ആളുകൾ ചരക് പതാഞ്ജലി ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞാൽ ചിലർ പറയും ഇവൻ എന്തൊക്കെയോ കിംവദന്തികൾ പറഞ്ഞു നടക്കുകയാണെന്ന്. എല്ലാം അതിശയോക്തിയാണെന്ന്. ഞാൻ പറയുന്നു, പ്രാണം ഒരു മെഡിസിനാണ്. ഈ പ്രാണം എന്ന മരുന്ന് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഉണ്ടാവാൻ പാടില്ല. ഭൂമിക്ക് ടാക്സ് ഉണ്ട്, കുടിക്കുന്ന വെള്ളത്തിനും ടാക്സ് ഉണ്ട്. പക്ഷേ ഓക്സിജന് ടാക്സ് ഇല്ല. നിങ്ങൾക്ക് ശ്വസിക്കാൻ ടാക്സ് ഇല്ല. വെച്ച് നോക്കുമ്പോ ഓക്സിജനും ടാക്സ് ഇടുന്ന പോലാണ് തോന്നുന്നത്. ഒരുപക്ഷെ ഈ രാജ്യത്തൊരു ബുദ്ധിയില്ലാത്ത ഫിനാൻസ് മിനിസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഓക്സിജനും ടാക്സ് കൊണ്ടുവരും. കാരണം ഒരു വ്യക്തി ഒരു ദിവസം 1,600 രൂപയുടെ ഓക്സിജനാണ് ശ്വസിക്കുന്നത്. ഒരു ഓക്സിജൻ സിലിണ്ടർ 200 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. ഒരാൾക്ക് ഹോസ്പിറ്റൽ ഇല്ലാതെ, ഡോക്ടർ ചാർജ് ഇല്ലാതെ ഒരു ദിവസം വേണ്ടത് 200 രൂപയുടെ 8 സിലിണ്ടർ 1,600 രൂപ. ഒരു മാസം 48,000 രൂപ ഒരാൾക്ക് വേണം. ഒരു ദിവസം ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ 3 കോടി മുതൽ 5 കോടി വരെ ഓക്സിജന് വേണ്ടി ചെലവാക്കും. അക്കൗണ്ടിങ് വളരെ ഷാർപ്പാണ്. ഒരു വ്യക്തി, ഞാൻ നാഷണലിസത്തെ കുറിച്ചും പറയാം. ചിലർ ചോദിക്കുന്നു രാജ്യം ഞങ്ങൾക്ക് എന്താ തന്നത്? ഞാൻ പറയാം, ഓക്സിജൻ തരുന്നുണ്ടല്ലോ, അതിനൊരു ടാക്സും ഇല്ല. അതായത് നമ്മുടെ രാജ്യത്തെ നിയമങ്ങളും മറ്റുമൊക്കെ വെവ്വേറെയാണ്. ഉദാഹരണത്തിന്, രാജ്യത്ത് ആരെങ്കിലും ഭിക്ഷാടനം നടത്തിയതിന് പിടിക്കപ്പെട്ടാൽ അവരുടെ കയ്യിൽ വിലങ്ങിടാനുള്ള ഉത്തരവുണ്ട്.
ഇവിടെ ആരെങ്കിലും ഭിക്ഷാടനം നടത്തിയാൽ അവരുടെ കയ്യിൽ വിലങ്ങ് വെച്ച് കൊണ്ടുപോയി ജയിലിലടയ്ക്കാനുള്ള ഉത്തരവ് ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഈ രാജ്യത്തിന്റെ ഫിനാൻസ് മിനിസ്റ്റർ വിദേശത്ത് ചെന്ന് ധനസഹായം അപേക്ഷിച്ചിട്ട് വന്നാൽ കഴുത്തിൽ മാലയിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ഇതാണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ. സ്വാമിജി, താങ്കൾ വലിയ വലിയ ആൾക്കാരെ ഭേദപ്പെടുത്തിയെന്ന് പറയുന്നു, അസുഖങ്ങൾ ഇല്ലാതാക്കുമെന്ന് പറയുന്നു. പക്ഷേ ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ പ്രാണായാമം ചെയ്ത് താങ്കളുടെ കുടൽ ചുരുങ്ങി അവസാനം ട്രീറ്റ്മെന്റിന് വേണ്ടി ന്യൂയോർക്കിൽ പോയിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ജനങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ബാബ രാംദേവിനെ എങ്ങനെ അറ്റാക്ക് ചെയ്യാമെന്ന്. എന്റെ പേരിൽ സ്ത്രീകൾ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞ് കുറ്റാരോപിക്കാൻ കഴിയില്ല. ഞാൻ അവരെ തൊടുക പോലുമില്ല, ടച്ച് ചെയ്യില്ല. സിനിമ കാണാൻ ഞാൻ ഇതുവരെ പോയിട്ടേ ഇല്ല. 1 രൂപ പോലും ബാങ്കിലില്ല, അക്കൗണ്ട് പോലും ഓപ്പൺ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സേവ് ചെയ്യാൻ പറ്റുക? ഞാൻ കാർഷിക കുടുംബത്തിൽ ജനിച്ച ആളാ. അന്നത്തെ കാലത്ത് കാർഷിക കുടുംബത്തിൽ പിറന്ന ആൾക്കൊന്നും ഒരു അക്കൗണ്ട് പോലും ഉണ്ടാവില്ല, പേരുണ്ടാവില്ല. ലിമിറ്റഡ് ചോദ്യം ചോദിക്കാം. താങ്കളുടെ അസുഖത്തിന് വേണ്ടി ഒരു ഡോക്ടറിനെ അന്വേഷിച്ച് പോയോ? അല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എന്റെ പേരിൽ എങ്ങനെ കുറ്റം ആരോപിക്കാന്നാണ് അവർ നോക്കുന്നത്. അതായത് ഇവൻ എന്നും ഇങ്ങനെ വയറ് ചുഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇവന്റെ കുടൽ ചുരുങ്ങിയെന്ന് പറയാൻ പറഞ്ഞു. അല്ല, അകത്തെന്താ ആണി അടിച്ചിട്ടുണ്ടോ മൊത്തം ചുറ്റാനായി? പിന്നെ മറ്റൊന്ന്, ട്രീറ്റ്മെന്റിന് അമേരിക്കക്ക് പോയെന്നും പറയുന്നുണ്ട്. അതായത് ഈ ലോകത്തെക്കുറിച്ച് അറിഞ്ഞ സ്ഥിതിക്ക് അമേരിക്കൻ പോളിസിക്ക് നേരെ എതിരാണ് ഞാൻ സദ്ദാം ഹുസൈനെ കുറ്റവാളിയാണെന്ന് പറയില്ല, ബുഷാണ് കുറ്റവാളി. ഇറാഖിനെ നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം, എല്ലാവരും പറഞ്ഞു ചികിത്സയ്ക്കായി ഞാൻ അമേരിക്കയിലേക്ക് പോയെന്ന്. ഇതുവരെ എന്റെ കയ്യിൽ പാസ്പോർട്ട് പോലും ഇല്ല. എന്തൊക്കെയാ പറയുന്നതെന്ന് കണ്ടില്ലേ? ജനങ്ങൾ എങ്ങനെയൊക്കെയാ എന്നെ കുറ്റപ്പെടുത്തുന്നത്, എന്തൊക്കെയാണ് പറഞ്ഞു വരുത്തുന്നത്. അതായത് രാംദേവ് ദിവസവും കപാൽഭാതി ചെയ്യുന്നു, അഗ്നിസർക്രിയ ചെയ്യുന്നു, പിന്നെ വയറിങ്ങനെ ചലിപ്പിക്കുന്നു, വയറിങ്ങനെ ചുഴറ്റുന്നു, അതുകൊണ്ട് വയറ് ചുറ്റിയെന്ന് പറയൂ. ഇതിന്റെയൊക്കെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? ഉദ്ദേശം എന്തെന്നാൽ ചിലരുടെ ചതിയാണിത്. അവരെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, അതായത് സ്വാമി രാംദേവ് അയാളൊരു രോഗിയാണ്, പിന്നെ അയാൾ എങ്ങനെയാണ് ജനങ്ങളെ സുഖപ്പെടുത്തുക, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു വരുത്തുന്നത്. മറ്റൊരു പ്രചാരം കൂടി നടക്കുന്നുണ്ട്, താങ്കൾ ഡൽഹി അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഹാർട്ട് പ്രോബ്ലത്തിന് വേണ്ടിയെന്ന്. സത്യത്തിൽ സംഭവിച്ചത്, ഞാൻ ഹരിദ്വാറിൽ നിന്ന് രേവാഡിയിലുള്ള എന്റെ ഗുരുകുലത്തിലേക്ക് അന്ന് ഒരു യാത്ര പോയിരുന്നു. ഹരിദ്വാറിലെ കാര്യം എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പ്രചരിപ്പിക്കാൻ കഴിയും. അതുപോലെ അവിടെ ബാബമാരും കൂടുതലാണ്. ഞാൻ അവരെയും വെറുതെ വിടുവൊന്നുമില്ല. തെറ്റ് കണ്ടാൽ ഞാൻ തീർച്ചയായും അവരെയും എതിർക്കും. ജ്യോത്സ്യന്മാർക്കെതിരെയും തന്ത്രിമാർക്കെതിരെയും സംസാരിക്കും. ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരുപാട് അകന്നാണ് നിൽക്കുന്നതെങ്കിലും അതിനെക്കുറിച്ചും സംസാരിക്കും. അതുകൊണ്ട് അവിടെ നിന്നും ഇതുപോലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ അവിടെ പോയപ്പോൾ ബാബ ഹാർട്ട് ഓപ്പറേഷന് പോയതാണെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നു ആർക്കും ബൈപ്പാസ് വേണ്ടെന്ന്. അതായത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അയാൾ നേരെ ചെന്ന് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുന്നുവെന്ന്. വേണമെങ്കിൽ എന്റെ ഹാർട്ട് ചെക്ക് ചെയ്ത് നോക്കും, വളരെ പെർഫെക്റ്റാ, ഒരു ബൈപ്പാസും ചെയ്തിട്ടില്ല. അതായത് ജനങ്ങൾ ഇങ്ങനെയുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. അതെങ്ങനെയാ പ്രചരിപ്പിക്കുന്നത്? ഒന്ന് വൈദിക് സംസ്കാരം, മറ്റൊന്ന് സാവ് സംസ്കാരം, മറ്റൊന്ന് ശ്രവണ സംസ്കാരം. വൈദിക് സംസ്കാരം സനാതനത്തിൽ നിന്ന് വന്നതാണ്. ഒരു കൂട്ടത്തെ നശിപ്പിക്കണമെങ്കിൽ പാമ്പിനെയും കാളയെയും വിട്ടാൽ മതി, എല്ലാം തീരും. ഒരാൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ അംഗമാണ്. ആ പാർട്ടിയുടെ പേര് ഞാൻ പറയില്ല, അവരങ്ങനെ ചെയ്യൂ. മൂന്നാമത്തേത് കിംവദന്തി പറഞ്ഞു പരത്തുക. ഗണപതി പാല് കുടിച്ചെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? സ്പൂണ് കൊണ്ട് പാല് കുടിച്ചാൽ അത് താഴെ ഒഴുകിയാൽ അറിയില്ലല്ലോ. അപ്പൊ പറഞ്ഞു വെള്ളം മാർബിൾ കൊണ്ടാണ് കുടിക്കുന്നതെന്ന്. അതുപോലെ പാവികളുടെ കൈ കൊണ്ട് കുടിക്കില്ല എന്ന് പറഞ്ഞു. ഇതുപോലെയുള്ള കാര്യങ്ങളാണ് അവർ ലോകം മുഴുവൻ പറഞ്ഞു പരത്തിയത്. അതുപോലെ തന്നെയാണ് എന്നെക്കുറിച്ചുള്ള ദുഷ്പ്രചരണങ്ങളും ഉണ്ടായത്.